ഫ്രണ്ട്സ്, കർക്കിടകവാവല്ലേ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇന്നാണ് വരുന്നത്. രാത്രി ഇതാ ഏട്ടൻ്റെ കൂടെ ബലിയിടാൻ പോവുകയാണ്. ഏട്ടനാണ് ബലിയിടുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വരക്കലേക്കാണ് പോകുന്നത് ബലിയിടാൻ. നല്ല തിരക്കും നല്ല ബ്ലോക്കും ആയിരുന്നു കാരപ്പറമ്പൊക്കെ. അപ്പം നമ്മളിതാ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വൈകിട്ട് മുതലാണ് വാവ തുടങ്ങുന്നത്, ബലിയിടാൻ തുടങ്ങുന്ന സമയം. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ജോലിക്ക് പോകുന്നവരും ഇന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ഒരുപാട് തിരക്കായിരുന്നു. ഇത് ദുർഗാദേവി ക്ഷേത്രമാണ് വരക്കൽ. അങ്ങനെ ഞങ്ങളിതാ വരക്കലേക്ക് എത്താൻ പോവുകയാണ്. അത് രണ്ട് സൈഡും പാർക്കിംഗ് ഒന്നും എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കച്ചവടക്കാരും ഉണ്ട്. കുട്ടികളെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുഡാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഒരുപാട്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് മുന്നോട്ട് പോയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കാൻ പോവാണ്. എവിടെയും പാർക്കിംഗ് ഇല്ല, ഫുള്ള് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നോക്കാലോ വിചാരിച്ചിട്ട് മെല്ലെ ഇങ്ങനെ പോവാണ്. നിങ്ങൾ കണ്ടില്ലേ കച്ചവടക്കാരെയൊക്കെ. നമ്മളങ്ങനെ വരക്കലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല സെക്യൂരിറ്റീസ് പോലീസിൻ്റെയൊക്കെ നല്ല സഹായം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രിയാണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ വണ്ടി ഒരു സൈഡാക്കി വെച്ച് നമ്മളിതാ നല്ല തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഓരോ സെക്ഷനായിട്ടാണ്. വരക്കൽ ബലിതർപ്പണ സമിതിൻ്റെ വക വേറെ ഉണ്ട്, ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ വക ഉണ്ട്. അങ്ങനെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എനിക്കങ്ങനെ കൂടുതൽ അറിയൊന്നുമില്ല ബലിയിടുന്നതിനെ പറ്റിയിട്ടൊന്നും. നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് നിത്യശാന്തി നേടാൻ വേണ്ടിയിട്ടാണ് ബലിയിടുന്നതെന്ന് അറിയാം. കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങളിതാ തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു സ്ലിപ്പൊക്കെ വാങ്ങി നമ്മൾ രസീറ്റൊക്കെ ഷീട്ടാക്കി ഏട്ടനവിടെ ബലിയിടാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടില്ല, ഒരുപാട് ജനങ്ങളുണ്ട്. 10,000-കണക്കിന് ജനങ്ങളാണ് നമ്മുടെ കോഴിക്കോട് വരക്കൽ ബലി ഇടാൻ ഇന്നലെ രാത്രി വന്നത്. വൈകിട്ടോടെ നല്ല തിരക്കായിരുന്നു അവിടെ. കൂടാതെ നമ്മുടെ കടൽ വളരെ ദേഷ്യത്തിലുമായിരുന്നു. കടലിൽ വെള്ളം ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മൊത്തമായിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ്. ചെറിയ കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഒരുപാട് ആളുകളും ഓരോ സെക്ഷനായിട്ട് സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ടും കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാനും പോലീസുകാരും ഉണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. വരക്കൽ ബലിതർപ്പണ സമിതിൻ്റെ വക അവിടെയാണ് ഏട്ടൻ ബലിയിട്ടത്. ഇതാ ബലിയിടാൻ കഴിഞ്ഞ് പോവുകയാണ്. നിങ്ങളതാണ് കാണുന്നത്. കടലിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും